നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ എത്തിയതോടെയാണ് കേരളത്തിൽ തീവണ്ടി അപകടങ്ങൾ ഉണ്ടാക്കി മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടന്നത്. ആദ്യമൊക്കെ റെയിൽവേ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകളാണ് എന്ന് കരുതിയ റെയിൽവേക്ക് പിന്നെ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ആരൊക്കെയോ മനഃപൂർവ്വമായി ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് റെയിൽവേക്ക് മനസ്സിലാവുകയും തുടർന്ന് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും റെയിൽവേ മന്ത്രിക്കും അടക്കം ഓരോ ജില്ലകളിലെയും അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും റെയിൽവേ വിഭാഗം റിപ്പോർട്ട് നൽകുകയും ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും NIA-ക്കും അടക്കം അന്വേഷണം നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അവർ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിന്റെ പിന്നിൽ ജിഹാദികളാണ് എന്ന് മനസ്സിലായത്. കാരണം ഇതിന്റെ തെളിവുകൾ സഹിതം പുറത്തേക്ക് വന്നതാണ്. അതായത് ട്രെയിൻ അട്ടിമറിക്കാനായിട്ട് ട്രെയിനിന്റെ ട്രാക്കിലേക്ക് ഇരുമ്പ് കമ്പികൾ, ഇരുമ്പ് ദണ്ടുകൾ, വലിയ പാറക്കല്ലുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇവർ നേരെ അടുത്തുള്ള മുസ്ലിം പള്ളികളിലേക്ക് കയറി പോകുന്ന വീഡിയോകളടക്കം പുറത്തു വന്നതാണ്. തുടർന്ന് അതീവ ജാഗ്രതയിലായിരുന്ന റെയിൽവേ മന്ത്രാലയവും കേന്ദ്ര ഏജൻസികളും ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്ക് സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര ഇന്റലിജൻസ് വകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് പാക് ISIS, ലഷ്കർ-ഇ-തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുടെ പേരാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഭീകര സംഘടനകൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുന്നുണ്ടെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സുരക്ഷ ശക്തമാക്കാൻ സംസ്ഥാന ഇന്റലിജൻസ് പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ, വിവിധ റെയിൽവേ ട്രാക്കുകൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജനസാന്ദ്രതയുള്ള കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കണം. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തി സുരക്ഷാ പരിശോധന കർശനമാക്കണം. ക്രമസമാധാന പ്രശ്നങ്ങളും അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2023 എലന്തൂരിൽ തീവണ്ടിയുടെ അകത്ത് യാത്രക്കാരുടെ ശരീരത്തിൽ പെട്രോൾ ഉൾപ്പെടെ ഒഴിച്ച് ഒരു കൂട്ടക്കൊല, അതായത് തീവണ്ടി മൊത്തത്തിൽ കത്തിക്കാൻ ഒരു ശ്രമം ഒരു അന്യസംസ്ഥാന തൊഴിലാളി നടത്തിയിരുന്നു. അത് അവസാനം NIA അന്വേഷിച്ചു. പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ പ്രതിക്ക് തീവ്രവാദ ബന്ധമുണ്ടായി എന്ന് NIA കണ്ടെത്തുന്നത്. അന്ന് കേരളം ഉൾപ്പെടെയുള്ള പ്രമുഖ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ അതീവ ജാഗ്രതയിലാണ് റെയിൽവേയുടെ ടീമുകളെന്ന് ഉണ്ടായിരുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സംസ്ഥാന ഇന്റലിജൻസ് പോലീസിനോട് ജാഗ്രതയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സംശയാസ്പദമായിട്ട് കാണുന്ന വ്യക്തികളെ ചോദ്യം ചെയ്യാനും ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വിമാനത്താവളം പോലെ അതീവ സുരക്ഷ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇല്ല എന്നതാണ് ഒരു പ്രധാനമായിട്ട് ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അതായത് കാരണം വിമാനത്താവളങ്ങളിൽ ഒരു യാത്രക്കാരൻ അഥവാ ഒരു യാത്രക്കാരി ആരെങ്കിലും ഒരു ലഗേജ് കൊണ്ട് കയറിയാൽ അതിനെ സ്കാൻ ചെയ്ത് അതിനെ പരിശോധന നടത്തി എല്ലാം ചെയ്ത് വ്യക്തമായി യാത്രക്കാരന്റെ അഥവാ യാത്രക്കാരിയുടെ ബോഡി മുഴുവനും ഒരു പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരിശോധന ഒന്നും തന്നെയില്ല. ആർക്ക് എപ്പോ എവിടെ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഒക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാം. റെയിൽവേ സ്റ്റേഷന്റെ ഏത് മൂലയിലും ഏത് മുക്കിലും മൂലയിലും ഒക്കെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഏതൊരു ആക്രമണവും നമുക്ക് പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം യാത്രക്കാർ വരുമ്പോൾ അവരുടെ ബാഗുകളൊക്കെ ലഗേജുകൾ സ്കാൻ ചെയ്ത് പരിശോധിച്ച് അതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ചുമതല പോലീസ് ഉദ്യോഗസ്ഥർ അഥവാ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക്, റെയിൽവേ പോലീസിനടക്കമുണ്ട്. അതിനുശേഷം ഈ സ്റ്റേഷനുകളിലെ വരാന്തകളിലും അതോടൊപ്പം തന്നെ റെയിൽവേയുടെ മുക്കിലും മൂലയിലും ഒക്കെ ഇങ്ങനെ രാത്രികാലങ്ങളിലൊക്കെ വന്ന് കിടന്നുറങ്ങുന്ന ആളുകൾ, അവരെയൊക്കെ അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് ഒരു സുരക്ഷ, യാത്രക്കാർക്ക് ഒരു ഭീഷണിയും ഇല്ല എന്ന് 100% ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം.
2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.